2025 നീറ്റ് പരീക്ഷയിൽ നല്ല വിജയം സ്വപ്നം കണ്ട് എവിടെയൊക്കെയോ എത്തണമെന്ന് അതിയായി ആഗ്രഹിച്ച ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന കുട്ടികളിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളാണിത്. ഇവർക്ക് ഇവിടെ വന്ന് ഈ 2 ആഴ്ച കൊണ്ട് തന്നെ ഇവർ നമ്മുടെ ക്യാമ്പസുമായിട്ട് സെറ്റായി യൂണിഫോമൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഇരിക്കുവാണ്. ഇവർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത്, മറിച്ച് ഞങ്ങൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്, ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് പേര് ഉണ്ട്. ഒരുപക്ഷെ നീറ്റ് പരീക്ഷ സ്വപ്നം കണ്ടിട്ട് കോച്ചിങ് സെൻറ്ററുകളിൽ എത്താൻ പറ്റാതെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ ഈ ബ്രില്യൻറ്റിൽ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി അല്ലേ? ഈ 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താണ്? ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. നമുക്ക് എല്ലാ ഹോസ്റ്റൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിസ്, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് വരാനും പോകാനും ഒക്കെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. ബ്രില്യൻറ്റിലെ വീക്ക്ലി എക്സാംസ് ആണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസിലിറ്റി. അതായത് നമുക്കൊരു പ്രോപ്പർ ഹെൽത്തി കോമ്പറ്റീഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ ഡയറക്റ്റ് വന്ന് ക്യാഷ് പ്രൈസ് തരുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ്. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരു മോട്ടിവേഷനാണ് അടുത്ത എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റലത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലത്തെ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. എൻട്രൻസിന് ആവശ്യമായ എല്ലാ ബുക്കുകളുള്ള ലൈബ്രറി ഫെസിലിറ്റീസ്. എനിക്ക് ബ്രില്യൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ആയത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. കാരണം കുറേ ക്ലാസ്സൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. പക്ഷേ അവരൊക്കെ പെട്ടെന്നാണ് എടുത്തു പോകുന്നത്. പക്ഷേ ഇവിടുത്തെ എന്ന് വെച്ചാൽ നല്ല ടൈം എടുത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെയാണ് പഠിപ്പിച്ചത്. നമുക്കെല്ലാം മനസ്സിലാകും. ക്ലാസ് ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നല്ലോണം പേടിച്ചിരുന്നു എങ്ങനെയാണ് ക്ലാസ് ടീച്ചറിൻ്റെ ക്യാരക്ടേഴ്സ്. പക്ഷേ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും ടീച്ചേഴ്സ് മനസ്സിലാക്കി തരും. പിന്നെ ഇവിടെ 27 സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അത് തന്നെ ധാരാളമാണ്. ആവശ്യത്തിലധികം പോയിന്റ്സ്, ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലോണം ക്രാക്ക് ചെയ്യാനായിട്ടും നല്ലോണം കോൺസെപ്റ്റ് മനസ്സിലാവും, മാത്സ് ഒക്കെ എല്ലാം ഉണ്ട്. നല്ല വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ബ്രില്യൻറ്റിലെ യൂട്യൂബ് ചാനൽ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി, അവരതിനകത്ത് എല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും നമുക്ക് അവസാനമൊക്കെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. നമുക്കെല്ലാം നല്ല സപ്പോർട്ടീവായിട്ടാണ് അതിലും നമുക്ക് പറഞ്ഞു തരുന്നത്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഈ ലേൺ ആപ്പിലെ ഫീച്ചേഴ്സാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഇവിടെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്. ഇപ്പോൾ അധികം എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് ടീച്ചേഴ്സ്മാരുടെ വാർഡന്മാരുടെ ഒക്കെ മോട്ടിവേഷൻസ് ആണ്. നമുക്ക് എന്ത് വിഷമം ഉണ്ടായാലും നമ്മളെ ഒരുപാട് ഇട്ടിങ്ങനെ നല്ലവരും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി നമ്മളെ ധൈര്യശാലികളാക്കും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ആണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. 2 തരത്തിലെ യൂണിഫോം ഉണ്ട്, ഡാർക്ക് ബ്ലൂവും ഐസ് ഗ്രീനും. ഒരു യൂണിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കുട്ടികൾ കൃത്യമായി തന്നെ പറഞ്ഞു തന്നു. ഇനി അവർക്ക് എന്തെങ്കിലും ഞങ്ങളോട് ബ്രില്യൻറ്റിനോട് ചോദിക്കാനുണ്ടോ എന്ന് ഒന്നറിയണ്ടേ? നമുക്കതിനായി മറ്റൊരു ക്ലാസ്സിലേക്ക് പോകാം. മാഡം, എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസും വർക്ക് ബുക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് റെഫർ ചെയ്യേണ്ടത്? ദേവികയുടെ ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വന്ന പലർക്കും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ബ്രില്യൻറ്റ് ലേണിംഗ് ആപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓരോ ചാപ്റ്ററിലും ഈസി ലെവല്, മീഡിയം ലെവൽ, ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഈസി ലെവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മീഡിയം ലെവൽ ചെയ്യുക, ഡിഫിക്കൽറ്റി ലെവൽ ചെയ്യുക. ഇനി ഈ 3 ലെവൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതേ ചാപ്റ്റർ അതേ കണ്ടൻറ്റ് വരുന്ന എക്സാം അല്ലാതെ എക്സാം, നീറ്റ് മോഡൽ എക്സാമുകൾ, റിഹേഴ്സൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് പല മോഡൽ എക്സാമുകളുണ്ട്, അതും ചെയ്തു നോക്കാം. അപ്പോൾ അതൊക്കെ ചെയ്തു നോക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ബുക്ക്, ഇപ്പോൾ ഒരു എക്സ്ട്രാ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് റെഫർ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസർ 1A 2B എന്ന് കിട്ടുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽ സൊല്യൂഷൻ കിട്ടില്ല. പക്ഷേ ഈ ലേണിംഗ് ആപ്പിൽ നമ്മുടെ അധ്യാപകർ ആ ക്വസ്റ്റ്യൻ വീഡിയോ സൊല്യൂഷനായിട്ട് ഇട്ടിട്ടുണ്ട്. മാം, ഇപ്പം ഞാൻ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് ചെന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? മോനെ, നമ്മൾ ഹോസ്റ്റലിലാണ് ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് റെഫറൻസ് സൗകര്യം
അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ദിവസം രാവിലെ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഇവിടേക്ക് ബസ് ഉണ്ടാവും. ആ ബസ്സിൽ വന്ന് റെഫറൻസിന് ക്ലാസ് റൂമിൽ ഇരിക്കാം. അപ്പോൾ റെഫറൻസ് എപ്പോഴും ഒരു ടീച്ചറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി പോകാനോ ഡിസ്ട്രാക്റ്റഡ് ആകാനോ ഒന്നും തോന്നില്ല. ക്ലാസ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നു, വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ മാറിപ്പോകുന്നു എന്ന് തോന്നലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ 100% ബ്രില്യൻറ്റിൻ്റെ റെഫറൻസ് സൗകര്യം ഉപയോഗിക്കുക. അപ്പോൾ മിസ് എനിക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ അവിടെ പോയിട്ട് എത്ര ടൈം പഠിക്കണം, ഏതെല്ലാം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെ പഠിക്കലും മെയിൻറ്റെയിൻ ചെയ്യണം. മോനെ, നമ്മൾ ഹോസ്റ്റലിൽ ചെന്ന് പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 ക്ലാസ്സും ഉണ്ടെങ്കിൽ ആ പഠിക്കാൻ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അത് അന്നന്ന് തന്നെ പഠിച്ച് തീർക്കുക. ഇനി നമുക്ക് പഠിച്ച് തീർത്തിട്ടും സമയം ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ ചിലർ ചെന്നാൽ ഉടനെ അലക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ചെന്നാൽ ഉടനെ കുളിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നുള്ളവരുണ്ടാവും. ചിലരില്ല, കുറച്ച് നേരം കൂടെ ഒന്ന് കണ്ടിന്യൂസ് പഠിച്ചിട്ട് പിന്നെ കുളിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അത് ഒരാൾക്കായിട്ട് ഒരു ടൈം ടേബിൾ പറയുന്നത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ആപ്റ്റ് ആവണം എന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര സമയം ഇനി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ഹോസ്റ്റലിലെ ഡിന്നർ ടൈം എപ്പോഴാണ്, അതിനനുസരിച്ചൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. ആ ടൈമിനെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിനും പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് കുറച്ച് ടഫാണ്, എന്നാൽ ഫിസിക്സ് മാത്രം പഠിക്കാം, ബയോളജി എനിക്ക് അറിയാമെന്നുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് മാറ്റിവെക്കാം എന്ന് കരുതണ്ട. എല്ലാ ദിവസവും ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജി പഠിച്ച് തന്നെ പോവുക. നിങ്ങളുടെ എല്ലാ ഹോസ്റ്റലുകളിലും AC ആൻഡ് നോൺ AC സ്റ്റഡി ഹാളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ചുമരിലിരുന്ന് പഠിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്റ്റഡി ഹാളിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. നീറ്റ് റിപ്പീറ്റേഴ്സ് ഫേസ് 1 ആൻഡ് ഫേസ് 2 കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്, എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊക്കെ നമ്മൾ കേട്ടു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാകും ഇനി ബ്രില്യൻറ്റിൻ്റെ ഭാഗമാകാൻ പറ്റുമെന്നൊക്കെ അറിയാൻ. പേടിക്കേണ്ട കേട്ടോ. ഞങ്ങളുടെ ഫേസ് 3 ക്ലാസ് ജൂലൈ 8-ാം തീയതി കേരളത്തിൻ്റെ വിവിധ സെൻറ്ററുകളിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഫേസ് 3 ഭാഗമായിട്ട് ബ്രില്യൻറ്റിനോടൊപ്പം ചേരാം. ബ്രില്യൻറ്റിനോടൊപ്പം ചേരാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ www.brilliantpala.org എന്ന സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കും ഞങ്ങളുടെ ഭാഗമാകാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.